നാളെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ ഏറുകയാണ്. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊക്കെയാണ് മോദി പറഞ്ഞിരുന്നത്. കേവല ഭൂരിപക്ഷം പോലും ബിജെപിക്ക് കിട്ടിയില്ല. സഖ്യകക്ഷികളുടെ പിന്തുണയിൽ ഭരിക്കേണ്ട ഗതികേട്. സഖ്യകക്ഷികളുടെ പിന്തുണ എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നും അറിയില്ല. കാരണം പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ നമ്മുടെ ചന്ദ്രബാബു നായിഡുവും ഓന്തിനെ പോലെ നിറം മാറുന്ന, ഇന്ന് ബിജെപിയോടൊപ്പമായിരിക്കും, പിറ്റേ ദിവസം ഇന്ത്യ മുന്നണിയോടൊപ്പമായിരിക്കും, അങ്ങനെ നിറം മാറുന്ന നിതീഷ് കുമാർ. ഇവർ രണ്ടുപേരാണ് സഖ്യകക്ഷികൾ. മോദിക്ക് ബെസ്റ്റ് സഖ്യകക്ഷികളാണ് കിട്ടിയിരിക്കുന്നത്. സഖ്യകക്ഷികളെ പിളർത്താൻ മോദി ശ്രമിക്കുന്നു എന്ന ഒരു പ്രചരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അലയൊലി സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ സഖ്യകക്ഷികളും നിതാന്ത ജാഗ്രതയിലാണ്. മോദിയെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന ഒരു സത്യം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സഖ്യകക്ഷികളെ പിളർത്താൻ മോദി ശ്രമം തുടങ്ങും. അത് ബിജെപിയുടെ സ്ഥിരം അജണ്ടയാണ്. കാരണം ശിവസേനയെ പോലും പിളർത്തിയിട്ടുണ്ടവർ. ശക്തമായ കേഡർ പാർട്ടിയായ ശിവസേനയെ പോലും പിളർത്തിയിട്ടുണ്ടവർ. അത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ട അനുസരിച്ച് സഖ്യകക്ഷിയായ TDPയെ പിളർത്താനും നിതീഷ് കുമാറിനെ പിളർത്താനും ഒക്കെ മോദി ശ്രമിക്കും എന്നുള്ളത് ഈ രണ്ട് പരിണിത പ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലുടൻ മോദിക്ക് സുഖമായി സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല. ആ സിംഹാസനം നിറയെ മുള്ളുകളാണ്. ഏത് നിമിഷവും കാലുവാരും അവർ. അവരെ പിളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവരെ പിളർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അവരെ പിളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ശക്തിയായി തിരിച്ചടിക്കും. മോദിയെ തൂക്കിയെടുത്ത് താഴെയിടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ച് സീറ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ, കുറച്ച് എംപിമാരുടെ പിന്തുണ കൂടി നേടിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് അധികാരം ഈസിയായി പിടിച്ചെടുക്കാമായിരുന്നു. ഇന്ത്യ സഖ്യത്തിന് അധികാരം ഈസിയായി പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നെങ്കിലും അവർ അതിന് പോയില്ല. അവർ മാന്യത കാണിച്ചു. അവർ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. അവർ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചിടത്താണ് മോദിയുടെ തോൽവി. മോദി ഹാട്രിക് നേടാൻ തീരുമാനിച്ചു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഹാട്രിക് നേടുന്ന പ്രധാനമന്ത്രി എന്ന ഇമേജ് തനിക്കുണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു വർഷം പോലും നേരെ ചൊവ്വേ ഭരിക്കാൻ മോദിക്ക് കഴിയില്ല. അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDPയെയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെയും പിളർത്തണം. പിളർത്താൻ അവർ നിന്നു കൊടുക്കത്തുമില്ല. ഇങ്ങനെ ഒരു സങ്കീർണമായ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അരങ്ങേറുന്നത്. മോദിയിൽ നിന്ന് എന്ത് കുതന്ത്രവും സഖ്യകക്ഷികൾ പ്രതീക്ഷിക്കുന്നു. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ മോദിയിൽ നിന്ന് എന്ത് കുതന്ത്രവും വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ എംപിമാരെ തങ്ങളുടെ കുടക്കീഴിൽ അണിയിച്ച് നിർത്തിയിരിക്കുകയാണ്, ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. തങ്ങളുടെ എംപിമാരെ മോദിക്ക് ഹൈജാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. പരസ്പര വിശ്വാസമില്ലാത്ത ഒരു മുന്നണി, പരസ്പര വിശ്വാസമില്ലാത്ത ഒരു മുന്നണിയാണ് ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. മോദിയെ ചന്ദ്രബാബു നായിഡുവിന് വിശ്വാസമില്ല. ചന്ദ്രബാബു നായിഡുവിന് നിതീഷ് കുമാറിന് വിശ്വാസമില്ല. നിതീഷ് കുമാറിന് മോദിക്ക് വിശ്വാസമില്ല, ചന്ദ്രബാബു നായിഡുവിനും വിശ്വാസമില്ല. ഇങ്ങനെയൊക്കെയുള്ള പരസ്പരം ചേരിതിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് മുന്നണികളെ കൂട്ടി NDA സർക്കാർ രൂപീകരിച്ച് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും മോദി. പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. മറച്ചിടാമായിരുന്നു ഏത് നിമിഷവും മോദിയെ. പക്ഷെ അവർ മറച്ചിട്ടില്ല. പകരം അവർ തങ്ങളുടെ ഊഴത്തിനായി കാതോർത്ത് നിൽക്കുന്നു. സഖ്യകക്ഷികളെ പിളർത്താൻ മോദി ശ്രമിക്കും എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞു. വലിയ കാലം ഭരിക്കണമെങ്കിൽ സഖ്യകക്ഷികളെ പിളർത്തണം. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് മോദി ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. സഖ്യകക്ഷികളാകട്ടെ ഇതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും മരം കയറ്റാൻ പഠിപ്പിക്കേണ്ട. അണ്ണാനെ മരം കയറ്റാൻ പഠിപ്പിക്കുന്നതിന് തുല്യമാണ് അവരെ മരം കയറ്റാൻ പഠിപ്പിക്കുന്നത്. എന്തായാലും നാളെ
സത്യപ്രതിജ്ഞ കഴിയും. പിന്നെ അങ്ങോട്ട് അടിയോടടിയായിരിക്കും. അത് ഏകദേശം ഉറപ്പ്. പൊളിറ്റിക്സ് കേരളയുടെ ഉറപ്പ്.